അടുത്ത വർഷത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP സഖ്യത്തെ പരാജയപ്പെടുത്താൻ കുറഞ്ഞത് 8 പ്രതിപക്ഷ പാർട്ടികളെങ്കിലും ഒറ്റക്കെട്ടായി പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ആസാം കോൺഗ്രസ് പ്രസിഡന്റ് ഗൗരവ് ഗൊഗോയ്. 126 അംഗ ആസാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തി. BJPയുടെ അതിക്രമങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അനീതിയിൽ നിന്നും ആസാമിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ നാം എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പോരാടും. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന തീരുമാനം അതുതന്നെയായിരുന്നു. മറ്റു വിഷയങ്ങളുണ്ട് എന്നും വരും ദിവസങ്ങളിൽ അവ ക്രമേണ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് CPIM, റൈജോർ ദള്, ആസാം ജാതീയ പരിഷത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ, ജാതീയ ദൾ ആസോം, കർബി ആംഗ്ലോഗ് ആസ്ഥാനമായുള്ള ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ് എന്നിവയാണ് 8 പാർട്ടികൾ. യോഗത്തെക്കുറിച്ച് റൈജോൾ ദൾ MLA അഖിൽ ഗോഗോയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ എല്ലാ പ്രധാന വിഷയങ്ങളിലും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഏകോപിത സമീപനം സ്വീകരിക്കും. വരാനിരിക്കുന്ന നിയമസഭാ ശീതകാല സമ്മേളനത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഐക്യത്തോടെ ശബ്ദമുയർത്തും. എല്ലാ വേദികളിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. വരും ദിവസങ്ങളിൽ എല്ലാ പാർട്ടികളും അവരുടെ അജണ്ടയ്ക്ക് അന്തിമ രൂപം നൽകുമെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ പൊതുപ്രകടന പത്രികയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഈ മാസം വീണ്ടും യോഗം ചേരുമെന്നും യോഗത്തിൽ തീരുമാനിച്ചതായി ഗോഗോയ് പറയുകയാണ്. അതേസമയം ഈ പ്രതിപക്ഷ ഐക്യത്തിൽ AIUDF പങ്കെടുക്കുകയില്ല. നിലവിൽ 126 അംഗ ആസാം നിയമസഭയിൽ ഭരണകക്ഷിയായ BJPക്ക് 64 MLAമാരാണുള്ളത്. കൂടാതെ സഖ്യകക്ഷികളായ ആസാം ഗണപരിഷത്തിന് AGPക്ക് 9, UPLന് 7 MLAമാരും BPFന് 3 MLAമാരുമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ പ്രതിപക്ഷത്ത് കോൺഗ്രസിന് 26, AIUDFന് 15, CPIMന് 1 MLAയും ഉണ്ട്. കൂടാതെ ഒരു സ്വതന്ത്ര MLAയുമുണ്ട്. അതേസമയം ഓഗസ്റ്റിൽ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, AGP മേധാവി മുതൽ ബോറ എന്നിവരുൾപ്പെടെ നിരവധി NDA നേതാക്കൾ അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം വെച്ചിരിക്കുകയാണ്.